ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم تقلبكم ومثواكم. സ്നേഹാദരരായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധകനും അത്യുത്തമമായ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുള്ള ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂചിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ബലവത്തായി ഉപദേശിക്കുന്നു. അഥവാ ചെയ്യുന്നു. സൂചിച്ച് നരകാഗ്നിയും അകറ്റപ്പെട്ട് വിചാരണ കൂടാതെ തന്നെ എന്നതിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനായി നാം മരണത്തെ ധാരാളമായി ഓർക്കുകയും ആ മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരാണ് മുഅ്മിനീങ്ങൾ, ബുദ്ധിമാന്മാർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. മരണത്തിന് ശേഷം ഉള്ള അധ്വാനം, എങ്ങനെ അധ്വാനിക്കണം, അത് പഠിപ്പിച്ചു തരുവാനാണ് അല്ലാഹു തആല മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു അയച്ചു വന്ന ദൂതനാണ്. മരണത്തിന് ശേഷം ജീവിതമുണ്ട്. ആ ജീവിതം ധന്യമാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇഷ്ടപ്പെട്ടതൊക്കെ ലഭിക്കുന്ന ഇടം, അതാണ് സ്വർഗം. കഠോരമായ നരകശിക്ഷ, അതാണ് നരകം. ആ നരകത്തിൽ അകപ്പെടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ആവശ്യമായ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകണം. അത് പഠിപ്പിച്ചു തരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബിമാർ പിൻപറ്റി ജീവിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ആയിരിക്കണം നാം ജീവിതത്തിൽ പാത്തുമേക്കേണ്ടത്. സഹാബിമാരെ മാതൃക സ്വീകരിച്ചത് ആ മാതൃകാ ജീവിതം, അതാണ് നാം സ്വീകരിക്കേണ്ടത്. നബി പറയുന്നത്, ഇപ്പോൾ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. എൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, ദാനമങ്ങൾ ചെയ്യുന്നവരാണ്. ആ നബി സമൂഹം 73 പിരിയും. ഒന്ന് മാത്രമാണ് സ്വർഗത്തിലേക്ക്, ബാക്കി മുഴുവനും നരകത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ ഗൗരവം മനസ്സിലാക്കുക. നമസ്കരിക്കുന്നവർ, നോമ്പ് വെക്കുന്നവർ, ഹജ്ജ് ചെയ്യുന്നവർ ഒക്കെ തന്നെ വിശ്വാസ സമൂഹമാണ്. അവർക്ക് നരകത്തിൽ വീഴും എന്നുള്ള സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്. അപ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ, അങ്ങനെയുള്ളവരാണല്ലോ ബുദ്ധിമാന്മാർ. സാധാരണക്കാരായ ആളുകൾക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് ഇത്. നമ്മൾ പരസ്പരം പഠിച്ചറിഞ്ഞ് ഉപദേശിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് മറ്റുള്ളവർ ഉപദേശിക്കാൻ പറ്റുള്ളൂ. അതിന് പഠിച്ചറിയുക, നിമിഷവായുസ്മി ചെറിയ ജീവിതത്തിൽ പാത്രമാക്കുക. അനൻ സാബി, ഞാൻ എൻ്റെ സാബി ചെയ്ത ആ മാർഗം. സാഹിബന്മാർ അനുഷ്ഠിക്കാത്ത ഇബാദത്തുകളും പിന്നീട് അനുഷ്ഠിക്കേണ്ടതില്ല. നാം ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും അത് നിമിഷവായുസ്മി സാഹിബന്മാർ
അനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു പരിശോധന അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നാം വഴി തെറ്റിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കും നാം പിൻപറ്റി ജീവിക്കേണ്ടത്. അമ്മവാപ്പന്മാരെയോ പണ്ഡിതന്മാരെ പിൻപറ്റി ജീവിച്ചാൽ, ഇമാമിയങ്ങളെ പിൻപറ്റി ജീവിച്ചാൽ നാം വഴി തെറ്റിപ്പോകും. കാരണം കുല്ലു ബനി ആദം ഖത്താഉൻ, എല്ലാ മനുഷ്യന്മാർക്കും തെറ്റുകുറ്റം പറ്റും. വഖൈറു ഖത്താഇൻ തവ്വാബൂൻ, തെറ്റുകുറ്റങ്ങൾ പറ്റുന്നതിന് മന്മാർ പ്രശേഷിക്കുന്നവരാണ്. അപ്പോൾ അവരൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ പ്രശമിക്കുന്നവരാണ്, പ്രശപിച്ചുകൊണ്ടിരിക്കുന്ന അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് പാപം പുറത്തുനിന്ന്. അപ്പോൾ നമ്മളെ പിൻപറ്റിയാൽ നമ്മളെ പിഴവ് പിൻപറ്റുന്നവർക്ക് സംഭവിക്കും. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് പിൻപറ്റേണ്ടത്. സാഹിബിയരെ പിൻപറ്റിയത്, സാഹിബിയന്മാർ ഏകോപിച്ചു ആ കർമ്മങ്ങൾ. കാരണം അവർക്ക് അള്ളാഹു സാക്ഷ്യം നൽകി, അന്നാക്കും ഉമ്മത്തൻ വസത, അപ്രകാരം നിങ്ങൾ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാകുവാൻ വേണ്ടി. വൈക്കൂർ റസൂൽ അല്ലെങ്കിൽ റസൂൽ നിങ്ങൾക്കും മാതൃകാ സാക്ഷിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സാഹിബന്മാർ മാതൃകയായി സ്വീകരിച്ച, അങ്ങനെ സാഹിബന്മാർ ഏകോപിച്ച മാർഗം, അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അതാണ് ആ മാർഗമാണ് നാം പിൻപറ്റേണ്ടത്. ആ മാർഗം പിൻപറ്റുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നാം പിൻപറ്റുന്നത് ബോധം നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത കർമ്മങ്ങളായിരിക്കണം പിൻപറ്റേണ്ടത്. മിസ്ലാൻഫുൽ ജമൽ, കടിഞ്ഞാൺ തൊട്ടത്തെ നമ്മൾ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടിഞ്ഞാണം പിടിച്ചങ്ങനെ പോവാണ്, ഒരു ഒട്ടകത്തിൽ കടിഞ്ഞാട്ട് കൊണ്ടുപോകുന്ന പോലെ ആയിരിക്കണം നമ്മൾ മുസ്ലിമായ മുഅ്മിനായി ജീവിക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെ ഖുർആൻ പഠിക്കാൻ വേണ്ടി സാഹിബിയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായി അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കും. ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഈമാൻ കാര്യങ്ങൾ നമ്മളൊക്കെ പഠിക്കുന്ന പോലെയല്ല. നമ്മളൊക്കെ അതിന് ഹെഡിങ് പഠിച്ചു പോയി, വിശദീകരണത്തിലേക്ക് പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ കാര്യം വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കും. അതിൽ സുപ്രധാനമായ ഒന്നാമത്തെ ഇത് അള്ളാഹുവിൽ വിശ്വാസമാണ്. അള്ളാഹുവിൽ വിശ്വാസം, എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്, ആരാണ് അള്ളാഹു, അതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിന് 99 നാമങ്ങൾ, അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ നാമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അത് അറബികളാണ് അവർക്ക് അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കെന്ത് വേണം, അർത്ഥം കൂടി പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈമാൻ കാര്യങ്ങളൊക്കെ തന്നെ ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. പ്രവാചക വിശ്വാസം, അതേപോലെ തന്നെ അന്ത്യനാളുള്ള വിശ്വാസം, ഗ്രന്ഥങ്ങളുടെ വിശ്വാസം, ഇങ്ങനെ ഒക്കെ സ്വർഗം നരകം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ തന്നെ അത് പഠിപ്പിച്ചു കൊടുത്ത് ശേഷമായിരിക്കും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഖുർആൻ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിച്ചു എന്നാണ് സാഹിബന്മാർ പറഞ്ഞത്. അപ്പോൾ തായത്തുകൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തായത്ത് കൊണ്ട് എങ്ങനെ അമൽ ചെയ്യേണ്ടത് എന്നുകൂടി വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കും. അത് സുപ്രധാനമാണ്. നമുക്ക് ആയത്തുകൾ മാത്രം ഓതി അവിടെ നിന്ന് ആ ആയത്ത് അനുസരിച്ച് നമുക്ക് കർമ്മം ചെയ്യാൻ പാടുള്ളതല്ല. അതാണ് ഭൂരിപക്ഷം പണ്ഡിത പുരോഹിതന്മാർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ആ ആയത്തുകൾ അനുസരിച്ച് എപ്രകാരമാണ് സാഹിബന്മാർക്ക് കർമ്മം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു, അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചറിയണം. എന്നല്ലാതെ മറ്റുപോയ മഹാന്മാരോട് സഹായം ചോദിക്കാൻ വേണ്ടി അൽ മനസ്സിലിനെ ഓതുന്നു, എന്നിട്ട് അത് മരിച്ചവരോട് സഹായം ചോദിക്കാൻ എന്ന് പറയുന്നു. ആ ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാർക്ക് ഓതി കേൾപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മരിച്ചുപോയ മഹാന്മാരോട് പാപം തേടുവാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് എത്രയോ പ്രവാചകന്മാർ വഫാത്തായി പോയിട്ടുണ്ട്, അവരോടൊക്കെ നിങ്ങൾ പാപം തേടുക എന്ന് പറഞ്ഞു. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരമില്ല. അതുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് പാപം തേടുവാനോ വഫാത്തായ പ്രവാചകനോട് പാപം തേടുവാനോ ഒന്നും അല്ലാഹു റസൂലും കേൾപ്പിച്ചെന്നില്ല. അതൊക്കെ അനാചാരങ്ങളാണ്, ശിർക്കെത്തിപ്പെടുന്ന മഹാപാപങ്ങളാണ്. രക്ഷിക്കണേ, ഉദ്ദേശിക്കാക്കണേ, ഇങ്ങനെ എന്നല്ല വിളിച്ചു തേടുവാൻ ആയി ഖുർആനിൽ നിന്നും ആയത്തുകൾ വിശ്വാസം പഠിപ്പിച്ചതിന് നേരെ മറിച്ച് അരുത് എന്നാ പറഞ്ഞത്. മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിച്ചുകൊണ്ടിരുന്നവരായിരുന്നല്ലോ ആര്, മക്കയിലെ മുശ്രിക്കുകൾ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെയും ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് നേർച്ചകൾ അർപ്പിച്ചുകൊണ്ട് അവരോട് പാപം എഴുതിക്കൊണ്ട് അവരോട് സങ്കടം പറഞ്ഞുകൊണ്ട് രക്ഷാപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞിരുന്നവരായിരുന്നു. മാത്രമല്ല നൂഹ് നബി ഇസ്ലാം മുതൽ നസ്ർ മുതൽ മഹാന്മാരുടെ ലാത്ത് ഇസ്സ വരെയുള്ള മഹാന്മാരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ബിംബങ്ങൾ പോയി കൊണ്ടും ബിംബങ്ങൾ പോകാതെയും അവരെന്ത് ചെയ്യുന്നു, അവരോട് സങ്കടം പറഞ്ഞു അവരോട് രക്ഷ. ബിംബങ്ങളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ
ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാവട്ടെ അവരോട് സങ്കടം പറയുക. അതാണ് അതിനുവേണ്ടി ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാമിനോടാണ് സങ്കടം പറയുന്നത്. ഞാൻ ഇസ്മായിൽ നബി ഇസ്ലാമിനോട് സങ്കടം പറയുന്നത് ഇന്നിങ്ങനെ ഞാൻ ഇതിനോട് സിറോനോട് ആദ്യയോട് ആണ് സങ്കടം പറയുന്നത് എന്ന് ആ അഡ്രസ്സിന് വേണ്ടിയിട്ടായിരുന്നു അവർ ബിംബങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നത്, കല്ലുകൊണ്ട് എത്തിയിരുന്നത്. എന്നാൽ ആ കല്ലുകളോടല്ല അവരെന്ത് ചെയ്തിരുന്നത് പറഞ്ഞിരുന്നത്. ആ കല്ലുകളെ ബിംബങ്ങൾ ആരായിരുന്നു പ്രതിനിധിച്ചുകൊണ്ടിരിക്കുന്നത് അവരോടായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത് പാപം തേടിയതും സങ്കടം പറഞ്ഞ് നർച്ച ചോദിച്ചിരുന്നു, നർച്ചകൾ അർപ്പിച്ചിരുന്നു, അവർ പേരാണ് നടത്തിയിരുന്നത്. അപ്പം അതുകൊണ്ട് ബിംബാരാധന എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ട കല്ലുകൾ ആരാധിക്കുക അല്ല, മാത്രമല്ല കല്ലുകളെ ആരാധിക്കൽ ബിംബാരാധനയാണ്, സൂര്യനാരാധിക്കൽ ബിംബാരാധനയാണ്, ചന്ദ്രനാരാധിക്കൽ ബിംബാരാധനയാണ്, അത് സംശയമില്ല. പക്ഷേ മക്കയിലേത് മുസ്ലിങ്ങൾ ചെയ്തിരുന്നത് മരിച്ചുപോയ മഹാത്മാക്കളെ ബിംബങ്ങളുണ്ടാക്കി ആ മഹാത്മാക്കളോടായിരുന്നു അവരെന്ത് ചെയ്യുന്നത് പ്രാർത്ഥിച്ചിരുന്നത്, ആരാധന അർപ്പിച്ചിരുന്നത്, തേടിയിരുന്നത്, നേർച്ചകൾ അർപ്പിച്ചിരുന്നത്. അവരായിരുന്നു അവർ ശുപാർശക്കാരായി സ്വീകരിച്ചിരുന്നത്. ആത്ഭുതമില്ല മാനാഭാവം അവർക്ക് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ, ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല, ഉപകാരവും ചെയ്യാത്തതിനെ അവർ ചെയ്യുന്നു ആരാധിച്ചിരുന്നു. എന്തല്ല ഇക്കൂട്ടരൊക്കെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശക്കാരാണ് എന്നായിരുന്നു പറഞ്ഞ ന്യായം. അള്ളാഹുദാൻ എന്ത് ചെയ്തില്ല, അങ്ങനെയൊന്നും ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അള്ളാഹുവിലേക്ക് അടുക്കൽ ശുപാർശക്കാർ വേണം എന്നൊന്നും അള്ളാഹു എന്ത് ചെയ്തില്ല, തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ കൽപ്പിച്ചിട്ടുമില്ല. അതൊക്കെ പിശാചിന്റെ ദുർമന്ത്ര പ്രകാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരിടത്ത് പറഞ്ഞു അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി അല്ലാതെ നിങ്ങൾ ആരും ആരാധിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, അവർ നിഷേധിച്ചിരുന്നില്ല, ആരാധന നിഷേധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ നിങ്ങൾ ആരാധിക്കുകയല്ല. മരിച്ചുപോയ മഹാന്മാരോട് സങ്കടം പറയുന്ന, നേർച്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വഫാത്തായ പ്രവാചകന്മാരോട് പാപം നേടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളാണ് അഹ്ലു സുന്നത്ത് ജമാഅത്ത് എന്ന് അവകാശപ്പെടുന്ന താലികൊട്ടൊക്കെ കെട്ടി പണ്ഡിത വേഷധാരികളെ ആളുകൾ പറയുന്നു അത് ഇസ്തിഹാസയാണ്, അത് തവസ്സുലാണ് എന്നിങ്ങനെയൊക്കെ മറ്റൊരു ഓമനപ്പേരിട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, മക്കയിൽ മുസ്ലിങ്ങൾ ചെയ്തിരുന്ന ആ ശിർക്കൻ വിശ്വാസ ആചാരങ്ങളെ അത് വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് ഭൂരിപക്ഷക്കാരൻ, ഞങ്ങൾ ഇത്ര മദ്രസയുണ്ട്, ഞങ്ങൾ ഇത്ര സ്ഥാപനങ്ങളുണ്ട്, ഞങ്ങൾ ഇത്ര മെമ്പർഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. 100-ാം വാർഷികം അവർ കൊണ്ടാടി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അവർ 100-ാം വാർഷികം ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, 924 കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്യുന്നത്. ആ ജംഇയ്യത്തുൽ ഉലമ പ്രമേയം മാ അന അലി സ്വഹാബി, ഞാൻ എൻ്റെ സഹാബത്തിന്റെ ഒരു മാർഗത്തിന് ആ മാർഗം എന്നായിരുന്നു. 926 വരെ അന്ന് മറ്റൊരു സംഘടനകളും ഇല്ല. ഇന്നുണ്ടായിരുന്ന എല്ലാ സംഘടനക്കാരും ഒറ്റ സംഘടന, ഐക്യസംഘം ആദ്യം ഉണ്ടാക്കി. 921 924 വരെ ഐക്യസംഘം പ്രവർത്തിച്ചു. 924 ഐക്യസംഘത്തിൽ നിന്നും അവര് തീരുമാനപ്രകാരം കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്തു. കേരള ജംഇയ്യത്തുൽ ഉലമ 924. അങ്ങനെ കേരള ജംഇയ്യത്തുൽ ഉലമ 100-ാം വാർഷികം കൊണ്ടാടി. 2 വർഷം കാലം എന്ത് ചെയ്തു, ഇപ്പോൾ സമസ്ത എന്ന് പറയുന്നവര് കേരള ജംഇയ്യത്തുൽ ഉലമ കൂടെ തന്നെയായിരുന്നു. ഖുർആനും ഹദീസും ഓതികൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ പ്രഭാവം ചെയ്തപ്പോൾ മൗലൂദ് റാത്തി ഭദ്ദാബി കുത്തുബേത്തൊക്കെ മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള സഹായഭ്യർത്ഥനകളെ, വഫാത്തായ പ്രവാചകങ്ങളുടെ പാപമോചനങ്ങളെ, അതൊക്കെ ശിർക്കാവുന്നു, ബിദാത്താവുന്നു എന്നുള്ള പ്രബോധനം ഖുർആൻ ഹദീസും ഓതികേൾപ്പിച്ച് ജനങ്ങൾ പ്രബോധനം ചെയ്തപ്പോൾ മൗലൂദ് റാത്തി ഭദ്ദാത്ത് കുത്തുബേത്തുകളൊക്കെ തന്നെ അനാചാരങ്ങളാവുന്നു. മരിച്ച വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന അനാചാരമാകുന്നു. ദിക്ർ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നത് അനാചാരമാവുന്നു. ശ്രദ്ധയോടെ പോകേണ്ടത് മരിച്ച വീട്ടിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, ഖുർആൻ പാരായണം ചെയ്യേണ്ടതില്ല. മനത്തോർത്തുകൊണ്ട് മയ്യത്തിന്റെ പിന്നാലെ പോവുകയാണ് വേണ്ടത്. നിസ്കരിച്ചതിന് ശേഷം കൈവർത്തി ഇമാം പ്രാർത്ഥിക്കും, കൈവർത്തി ആമീൻ പറഞ്ഞ സമ്പ്രദായം മുസ്ലിം ശരീരത്തിൽ പെട്ടതല്ല എന്നൊക്കെ ഖുർആനും ഹദീസും ഓതി കൽപ്പിച്ച് ജനങ്ങൾക്ക് പറഞ്ഞപ്പോൾ അവർക്കെന്താണ്, ആ മാർഗത്തിലൂടെ വല്ല വരുമാനങ്ങളൊക്കെ ഇല്ലാതായി. അപ്പോഴേ ഈ പോക്ക് ശരിയാവൂല എന്ന് കരുതി കുറെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ സംഘടനയാണ്
സമസ്ത കേരള ജമഅത്തുൽ ഉലമ, കേരള ജമഅത്തുൽ ഉലമ, അതിന് മുമ്പൊരു എസ് ആണ് ഇട്ട് കൊടുത്തു. അപ്പോൾ SKJU, സമസ്ത കേരള ജമഅത്തുൽ ഉലമ എന്നൊരു സംഘടന 1926 ആണ് രൂപീകരിച്ചത്. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് 100ാം വാർഷികം ആവുള്ളൂ. അവരുടെ രജിസ്ട്രേഷൻ നോക്കിയാൽ അറിയാവുന്ന കാര്യമല്ല. പക്ഷേ നമ്മളെക്കാളും മുമ്പ് അവരെന്ത് ചെയ്തു? 100ാം വാർഷികം കൊണ്ടാടി. എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങളാണ് ഹാജി സംഘടന എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞു വരുന്നത്, അവരുടെ സംഘടന അവർ രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ പ്രമേയം കൂടി എന്ത് ചെയ്തു? എഴുതിയുണ്ടാക്കി. ശേഷം അത് പണ്ഡിതന്മാരെല്ലാം കൂടി കൂടിയിട്ട് അവർ 6ാം വാർഷിക സമ്മേളനത്തിൽ ഇത് പ്രഖ്യാപിക്കേണ്ടായി. അതെന്താവുന്നു? 31ഓളം അനാചാരങ്ങളാണ് എഴുതിയുണ്ടാക്കിയത്. സമസ്ത പ്രമേയം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രമേയം അവർ പ്രസിദ്ധീകരിച്ചു, പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു, അവർ പ്രസിദ്ധീകരിച്ചു. ഖുർആനോ ഹദീസോ ഒന്നും തെളിവില്ലാതെ കേരളത്തിലെ മുസ്ലിംകൾ അനേകം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്നതുമായ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മഹാത്മാക്കളുടെ സാഹിത്യത്തിന് അഫാത്തായ പ്രവാചകങ്ങളോട് പാപം നേട്ടങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ 31ഓളം അനാചാരങ്ങൾ എഴുതിയുണ്ടാക്കി. അതെന്താവുന്നു? അതും മതാനുഷ്ഠാനങ്ങളാവുന്നു. ഖുർആൻ ഹദീസ് തെളിവില്ലാതെ ക്രിസ്ത്യാനികൾ സഭ കൂടി പാസ്സാക്കുന്ന പോരെ, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റി കൂടി പാസ്സാക്കിയ കാര്യങ്ങൾ കമ്മിറ്റി കൂടി പാസ്സാക്കുന്നതിന് ഖുർആൻ ഹദീസും തെളിവ് ഉദ്ധരിച്ചു കൊണ്ടല്ലല്ലോ കമ്മിറ്റികൾ എന്ത് ചെയ്തത്? ഭരണഘടന എഴുതിണ്ടാക്കുന്നത്, അവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. എന്ന് പറയുന്ന ബൈലോ എഴുതിണ്ടാക്കി. ആ ബൈലോണ് സമസ്ത പ്രമേയം എന്ന് പറയുന്നത്. ആ പ്രമേയത്തിൽ എന്ത് പറയുന്നു? കേരളത്തിൽ വർഷങ്ങളായി ചെയ്തു വരുന്നതാണ്. അതാണ് തെളിവ്. കേരളത്തിൽ മുസ്ലിം വർഷം ചെയ്തു വരുന്നത്. അള്ളാഹു റസൂലോ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് നല്ല തെളിവായി പറയുന്നത്. ഖുർആന് ഹദീസ് തെളിവ് എന്നല്ല പറഞ്ഞത്. കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം അവർ കണ്ടുവരുന്നത് മുസ്ലിങ്ങൾ. അതാണ് കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷം ചെയ്തു വരുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. അതെന്താ ജായിസാവുന്നു? മരിച്ചുപോയ മഹാന്മാരോട് ഫറദാവുന്നു അവർ പറഞ്ഞില്ല, സുന്നത്തൊന്നും പറഞ്ഞില്ല, ജായിസാവുന്നു, അനുവദനീയമാവുന്നു എന്നുള്ളതാണ് അവർ പാസ്സാക്കിയത്. മരിച്ചവരുടെ സാഹിത്യത്തിന് അഫാത്തായ പ്രവാചകനോട് പാപം നേട്ടങ്ങൾ, മരിച്ചവരെ പേരിൽ നേർച്ചയാക്കിയത്, അറുക്കല്, അവർ സത്യം ചെയ്ത്, ഇതൊക്കെ ജായിസാവുന്നു. മൗലൂദ്, റാത്തീബ്, അദ്ദാദ് ജായിസാവുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഫറദാണോ ചെറിയ മുസ്ലിം ആവുള്ളൂ എന്ന് അതും ഒന്നും പറയില്ല. 31 അനാചാരങ്ങൾ സമസ്ത പ്രമേയം എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇപ്പോഴും അവരെന്ത് ചെയ്തു? അവർ 6ാം സമ്മേളനത്തിൽ ഇതുണ്ടാക്കി പാസ്സാക്കി, സർവ്വസമ്മേളനം പാസ്സാക്കി, 50ാം സമ്മേളനത്തിലും 70ാം സമ്മേളനത്തിലും ആവർത്തിച്ച് പാസ്സാക്കി. ആ പ്രമേയത്തിന് പിന്നിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? അത് ജായിസാവുന്നു. മറ്റുപോയ മഹാന്മാരുള്ള സഹായപ്രയത്ന അപ്പത്തായ പ്രവാചകനോട് പാപം നേട്ടം ജായിസാവുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് അതെന്താവുന്നു? അത് മുഴുവനും അനാചാരങ്ങളും ശിർക്ക് എത്തിപ്പെടുന്ന മഹാപാപവുമാവുന്നു. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ പ്രമേയത്തിലാണ് ആ സമസ്തക്കാരുള്ളത്. ആ പ്രമേയത്തിനെതിരാണ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിമായി ഒരാൾ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, മുഅ്മിനായി ഒരാൾ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വർഗം കരസ്ഥമാക്കുവാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ച് പഠിക്കണം എന്നത് നിർബന്ധമാകുന്നു. എങ്ങനെ വായിച്ച് പഠിക്കുക എന്ന് പറയുകയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. നാളെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും. അൽമുണ്ടാവുന്നു. പ്രവചി കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു, ആമൻതു ബിഹി, ഞാൻ വിശ്വസിച്ചു, വസദ്ദഖതു ബിഹി, ഞാൻ സത്യമാക്കി എന്ന് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ സർവ്വകടപാഠം നമുക്ക് തുറന്നു കിട്ടുള്ളൂ. അപ്പോൾ ആ ഓർമ്മ നമുക്കുണ്ടാവും. അത് വായിച്ചു പഠിച്ചു, അത് വിശ്വസിച്ചു എന്ന് പറയുമെങ്കിൽ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. അപ്പോഴെല്ലാം വിശ്വസിക്കാൻ പറ്റുള്ളൂ. അറബികൾക്ക് അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല, അറബ് ഭാഷയിലായതിനാൽ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ അതാണ് വിഷയം. ഖുർആൻ പഠിക്കാൻ വരുന്ന സാഹിബന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻകാര്യം പഠിപ്പിച്ചു. അങ്ങനെ ഈമാൻ സുപ്രധാനമായ അള്ളാഹു വിശ്വാസം അത് പഠിപ്പിച്ചു കൊടുക്കും. അള്ളാഹു വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ പഠിപ്പിച്ചു കൊടുക്കും. 99 നാമങ്ങൾ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ
ഇസ്മുകളാണ്, അതിന് അർത്ഥങ്ങളുണ്ട്. ഒന്നാമത് ആണ് അൽ ഇലാഹ്, അല്ലെങ്കിൽ അള്ളാഹു. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി നമ്മൾ ഓതുമ്പോൾ നമ്മൾ അങ്ങനെ പാരായണം ചെയ്യാറുണ്ടല്ലോ. അള്ളാഹു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം ആകയാൽ നീ അറിയണം, അന്നഹു നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ആരാധകനായി മറ്റാരുമില്ല. ആരോട് പറയുന്നു? അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. എവിടെയുള്ളത്? സൂറത്ത് മുഹമ്മദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിന് സൂറത്ത്, അതിൽ 19-ാമത്തെ വചനം. ആ 19-ാം വചനത്തിൽ അള്ളാഹു ആരോട്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. ഓർക്കുക, അതിന് ഗൗരവം മനസ്സിലാക്കുക. ഫഅലം ആകയാൽ നീ അറിയണം, അറിയണം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണം, അന്നഹു നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല, ഇല്ലല്ലാഹ് അള്ളാഹു ഒഴികെ, അള്ളാഹു ഒഴികെ ആരാധകനായി മറ്റാരുമില്ല. ആരാധനകൾ എന്ന് പറഞ്ഞാൽ മുഖ്യം ദുആ വൽ ഇബാദ, ദുആ അത് ആരാധനയാവുന്നു. വഖാല റബ്ബുക്കും, നിശ്ചിത പറഞ്ഞു, ദുഊനി എന്നെ ദുആ ചെയ്യുക, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിന് അഹംഭാവം നൽകുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, ഇന്നരായും കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. അള്ളാഹുവാണ് ആരാധകൻ. അതാണ് അള്ളാഹു വിശ്വാസത്തിൽ പരമപ്രധാനമായിട്ടുള്ളത്. ആരാധന എന്ന് പറഞ്ഞാൽ അത് മുഖ്യമായിട്ട് അദ്വാ അത് ആരാധനയാണ്. വൈബിയ നിലയ്ക്കുള്ള സഹായപ്രവർത്തനമാണ് ദുആ എന്ന് പറഞ്ഞാൽ. കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നമ്മൾ പരസ്പരം ഉള്ള സഹായപ്രവർത്തനത്തിലൂടെയും സഹായപ്രവർത്തനക്ക് എന്ത് പറയില്ല, ദുആ എന്ന് പറയില്ല. വൈബിയ നിലയ്ക്ക് കാര്യകാല ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത സെറ്റിക്ക് കഴിവിന് അപ്പുറമുള്ള സഹായപ്രവർത്തനക്കാണ് വൈബ് എന്ന് പറയുക. ആ വൈബിയ സഹായപ്രവർത്തനക്കാണ് അള്ളാഹു ദുആ എന്ന് ഖുർആനിലൂടെ ഹദീസിലൂടെ വിശ്വാസം മുഖേന നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ദുആ ഇബാദ, പ്രാർത്ഥന ആരാധനയാവുന്നു. അതിൽ പ്രാർത്ഥന എന്നാണ് പറയുന്നത്, സഹായപ്രാർത്ഥന. പ്രാർത്ഥന ദുആ എന്ന് പറഞ്ഞാൽ വിളിയാണ്. ദുആ എല്ലാം ചേർത്തുകൊണ്ട് പറയുമ്പോൾ പ്രത്യേക വിളി, അത് വൈബിയ സഹായപ്രാർത്ഥന. ദുആഉൽ ഇബാദ അത് ആരാധനയാവുന്നു. ആരാധിക്കാൻ അല്ലാഹു ആവുന്നു. ഇത് ആ കാര്യം ഹദീസ് അത് നിശ്വാസമ പറയും. ശേഷം ഈ ആയത്ത് ഓതുകയും ചെയ്തു, തെളിവായിക്കൊണ്ട് ഈ ആയത്ത് ഓതുകയും ചെയ്തു. ഏതാണായത്ത്? റബ്ബുക്കും, നിങ്ങൾ പറഞ്ഞേക്ക്, ദുഊനി നിങ്ങൾ എന്നോ ദുആ ചെയ്യുക, അസ്തജീബ് ഞാൻ നൽകാം എന്നുള്ള ആയത്ത് ഓതുകയും ചെയ്തിട്ടാണ് തെളിവ് അറിവുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് അവിടെ നിൽക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു അല്ലാതെ ആരാധന മറ്റാരുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ആരാധനകൾ എന്തൊക്കെയുണ്ട് അതും മനസ്സിലാക്കണം. അപ്പോൾ വൈബിയ സഹായപ്രവർത്തനങ്ങൾ, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ, സ്വർഗം കിട്ടാനുള്ള സഹായപ്രവർത്തനങ്ങൾ, നേർച്ചകൾ, അത് ഇബാദത്താണ്. അത് അള്ളാഹു സമർപ്പിച്ചാൽ അത് തൗഹീദായി. ആഗ്രഹപ്പെട്ട എന്തെങ്കിലും ഒന്ന് ശിർക്ക് സമർപ്പിച്ചാൽ ശിർക്കായി. അത് പ്രവാചകനായാലും ശരി, ബിംബങ്ങളായാലും ശരി, മലക്കുകളായാലും ശരി, ജിന്നുകളായാലും ശരി, ആരെയും ശരി. ബദരീനെ രക്ഷിക്കണേ, മുതിശിക്കാക്കണേ, ഇങ്ങനെ അഭ്യർത്ഥിച്ചാൽ ആരാധന ബദരീങ്ങൾക്കായി, മുതിശിക്കനായി, ശിർക്കായി. മുത്തനബി പാപമൂർത്തി തന്നെ എന്ന് പ്രാർത്ഥിച്ചാൽ ആരാധന മുത്തനബിക്കായി, ശിർക്കായി. വിദ്യാർത്ഥിയാണ്. നിസ്വയം ശരിയില്ല, സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്തില്ല, അതും നമ്മൾ നോക്കണം. നിസ്വയം ശരിയിലുണ്ടോ ഇല്ലേ? പണ്ഡിതന്മാര് സഭ കൂടിയാണ്ട് എഴുതിണ്ടാക്കിയതാണ് ജായിസാണ് എന്ന്. അവരാരും നമ്മൾ കൂടെ പരലോകത്ത് ഖബറിലോ അല്ലെങ്കിൽ വിചാരണ വേളയിൽ ഉണ്ടാവില്ല. ആർക്കും ആരെയും രക്ഷപ്പെടാൻ സാധ്യമല്ല. രക്ഷപ്പെടുത്താൻ സാധ്യമായിരുന്നുവെങ്കിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിനെ രക്ഷപ്പെടുത്തുമായിരുന്നു.
സാധ്യമായിട്ടില്ല. അവർ മാതാപിതാക്കളെ പോലും രക്ഷപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധ്യമല്ല. ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ പിതാവിനെ രക്ഷപ്പെടുത്താൻ ഇബ്രാഹിം നബി ഇസ്ലാമിന് സാധ്യമല്ല. കാര്യങ്ങളൊക്കെ ഖുർആനിലെ ഹദീസിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നു. ലൂത്ത് നബി ഇസ്ലാമിൻ്റെ ഈ നൂഹ് നബി ഇസ്ലാം ഭാര്യമാര് കാഫിരീങ്ങൾക്ക് ഉദാഹരണമായി സൂറത്ത് തഹ്രീമിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നു. അവർക്കാർക്കും അവരെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. കൂടി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫാത്തിമയോട് വിളിച്ചിട്ട് എൻ്റെ വാപ്പാൻ്റെ സ്വത്തെന്ന് മോളെ ചോദിച്ചോ, നാളെ പരലോകത്ത് അള്ളാഹുവിൽ നിന്നുണ്ടാവുന്ന ഒരു ശിക്ഷയും ശുപാർശ ചെയ്ത് മാറ്റി തരുവാൻ പ്രവാചകനായ എനിക്ക് സാധ്യമല്ല എന്ന് തുറന്നു പറഞ്ഞു. ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹു തആല ചോദിക്കുകയാണ്, അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫഅൻത തുഖീദു മൻ ഫിന്നാർ. ശിക്ഷയുടെ വാക്യം ആരിൽ യാഥാർത്ഥ്യമായോ എങ്കിൽ അവരെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ നിനക്ക് സാധിക്കുമോ എന്നാ ചോദ്യം. നീ അങ്ങനെ രക്ഷപ്പെടുത്തുമോ ഇല്ലേ? സാധ്യമല്ല. അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫഅൻത തുഖീദു, അപ്പോൾ നീ രക്ഷപ്പെടുത്തുമോ? അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിക്കരുത്, നീ രക്ഷപ്പെടും. സാധ്യമല്ല. മൻഫിന്നാർ, നരകത്തിലേക്ക് അള്ളാഹു തആല ആരോടെ വിധിക്കപ്പെട്ട് അവരെ നരകത്തിലിടണ്ട എന്ന് പറയാൻ ആർക്കും അവിടെ അവകാശമില്ല. ഉണ്ടായിരുന്നെങ്കിൽ വിശ്വാസമൊക്കെയാണ്. എന്നാൽ നരകത്തിൽ വീണതിന് ശേഷം സത്യവിശ്വാസികളായ ആളുകൾ, തൗഹീദോടുകൂടി മരിച്ച ആളുകൾ, ശിർക്ക് ചെയ്യാതെ, മരിച്ചവരുടെ സഹായം ചോദിക്കാതെ, വഫാത്തായ പ്രവാചകരുടെ പാവം തേടാതെ, അവർ നേർച്ചകൾ അർപ്പിക്കാതെ, അള്ളാഹു വഴിയുള്ളവരെ ആരാധന അർപ്പിക്കാതെ തൗഹീദോട് ജീവിച്ച ആളുകൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി, അള്ളാഹു തആലയുടെ പുറത്തും തേടിയില്ല, പുറത്തു കൊടുത്തു എങ്കിൽ ആ പാപങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്ര കാലങ്ങൾ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷിക്കുകയും പിന്നീട് നരകത്തിന് സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ പ്രകാരം കയറ്റുകയും ചെയ്യും. അങ്ങനെ പല പ്രാവശ്യം ഓരോരുത്തർ ശിക്ഷ അനുസരിച്ച് കഴിയുമ്പോൾ അള്ളാഹു തആല കാണിച്ചു കൊടുക്കും നരകത്തിലുള്ളവരെ വേണ്ടി, തൗഹീദോട് മരിച്ചവരേക്ക് വേണ്ടിയിട്ട്, ശിർക്ക് ചെയ്യാതെ മരിച്ചവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കും. ആ കൽപ്പന അനുസരിച്ചായിരിക്കും അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ശുപാർശ എന്നല്ലാതെ ആ പ്രകാരം നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കയറ്റപ്പെടും. ആ ശുപാർശയുണ്ട്. അതുകൂടാതെ പരലോകത്തിൽ വിചാരണ വേളയിൽ പരലോകത്ത് വിചാരണ വേളയിൽ ഒരിക്കലും എന്തല്ല ഒരു ശുപാർശ ഇവിടെ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ശുപാർശ നരകത്തിൽ വീണവർക്ക് വേണ്ടി സ്വഭാവം ചെയ്യും. അത് ഹദീസിൽ വന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഓരോരുത്തരും നമ്മളെ ശരീരം നമ്മൾ എന്ത് ചെയ്യണം? നരകത്തിൽ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനം. അതാണ് വിഷയത്തിൻ്റെ കാതല്. നരകത്തെ ധാരാളം ഓർക്കുകയും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുക ചെയ്യുക, തയ്യാറെടുപ്പ് ചെയ്യുക. അവനാണ് ബുദ്ധിമാൻ. മുഅ്മിനീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ ബുദ്ധിമാൻ. മരണസമയത്ത് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നു ഖിയാമത്താണ്. അതുവരെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മരണസമയം വരെ, മരണസമയമായി കഴിഞ്ഞാൽ അപ്പോൾ തൗബ അല്ലാഹു സ്വീകരിക്കൂല. മരണം റൂഹിനെ പിടിച്ചു തുടങ്ങിയാൽ ഓർക്കുക. അതിന് മുമ്പ് തൗബ സ്വീകരിക്കും. അപ്പോൾ തൗബ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? ഖേദിച്ച് മടങ്ങുക. ശിർക്കും വിദ്അത്തുകളൊക്കെ ചെയ്തു പോയി, ഞങ്ങളെ അറിയാതെ ചെയ്തു പോയി. അതുകൊണ്ട് ഞങ്ങൾ അല്ലാഹുവേ പൂർത്തി മേലിൽ ചെയ്യില്ല, ശിർക്കും വിദ്അത്തും മരിച്ചുകൊണ്ട് സഹായം ചെയ്യില്ല, പ്രവാചകൻ പാപം നേടില്ല, മര്യങ്ങൾ പേര് നേർച്ചാക്കൂല, അവരുടെ പേരിൽ അറുക്കൂല, അവരുടെ പേര് സത്യം ചെയ്യൂല എന്നുള്ള കാര്യങ്ങൾ മനസ്സുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ തീരുമാനിക്കുക. അത് കേൾച്ച് വേണം തൗബ ചെയ്യുക. എന്നിട്ട് ചെയ്യുക, അള്ളാഹുവിന് മാത്രം പാപമോചനം തേടുക, അള്ളാഹുവിന് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക. എന്തൊക്കെ ഇബാദത്ത് നേർച്ചകൾ അർപ്പിക്കുക, എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയരും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ കർമ്മങ്ങൾ മാത്രം ജീവിതത്തിൽ പാർത്തു നോക്കുക. നാം മനസ്സിലാക്കേണ്ടത്, പറയാൻ പണ്ഡിത ബോധന്മാരോട് ഖുർആൻ ഹദീസോ പറഞ്ഞ് അവർ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ആ ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ട് ഹദീസ് ഓതിക്കൊണ്ടായിരിക്കും അവർ മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചെയ്യാനും വഫാത്തായ പ്രവാചകനോട് പാപം നേടുവാനും ഒക്കെ തന്നെ, നേർച്ചകൾ അർപ്പിക്കുവാനും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു? മൗലൂദ് ഒക്കെ ഓതാൻ അവരെന്ത് ചെയ്യുന്നു? തെളിവുകൾ പറയാറുണ്ട്. പക്ഷെ അത് ഗണ്ണിക്കാൻ നമുക്ക് കഴിഞ്ഞോളൊന്നുമില്ല. കാരണം അത് ധാരാളമായി
ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞ്, ആയത്തുകളും ഹദീസും പഠിച്ചറിഞ്ഞ്, തഫ്സീറുകൾ പഠിച്ചറിഞ്ഞ്, അതേപോലെ തന്നെ ഈ വ്യാഖ്യാനങ്ങൾ പഠിച്ചറിഞ്ഞ്, അതേപോലെ തന്നെ നഹ്വുകൾ പഠിച്ചറിഞ്ഞ് അക്ഷരശുദ്ധിയോടുകൂടി ധാരാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ മറികടക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം ഉണ്ട്. നമസ്കാരത്തിൻ്റെ മുതൽ ഹജ്ജ് വരെ നിർബന്ധ കർമ്മങ്ങൾക്കൊക്കെ അതിന് ഷർത്തും ഫർളും വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നത്തായ കർമ്മങ്ങളോടും ഷർത്തും ഫർളും വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്. മരിച്ചുപോയ മഹാന്മാരോട് സഹായം പ്രവർത്തിക്കുന്ന ഷർത്തുകൾ ഫർള് എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം നേടുന്നതിന് ഷർത്തുൽ ഫർള് എന്താണ്? മരിച്ചവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നതിൻ്റെ ഷർത്തുൽ ഫർള് എന്താണ്? എന്ന കാര്യങ്ങൾ വരികൾ പേരിൽ നേർച്ചയൊക്കെ അർപ്പിക്കുക, അതിനുള്ള ഷർത്തുൽ ഫർളുകൾ എന്താണ് ചോദിച്ചാൽ ഖാമ എന്നും പറയാൻ സാധിക്കൂല. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന അമലുകൾക്കൊക്കെ തന്നെ ഷർത്തുകളും ഫർളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെന്താ വിശ്വാസം പഠിപ്പിച്ചത് വിദേഹത്താണ്, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കലാണ്. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി ചെയ്താൽ പോരും അത് ഉപേക്ഷിക്കുന്നവരെ നമ്മൾ ആ ഫർളും സുന്നത്തും അമലുകളൊന്നും സ്വീകരിക്കൂല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. അപ്പൊ വിശ്വാസം പഠിപ്പിച്ചു തരാത്ത കർമ്മങ്ങൾക്കൊന്നും ഷർത്ത് ഫർളുകൾ ഉണ്ടാവില്ല. ഇപ്പൊ മരിച്ചുപോയ മഹാന്മാരോടുള്ള സഹായഭ്യർത്ഥന, അഫാത്തായ പ്രവാചകനോട് സഹായഭ്യർത്ഥന, അത് ഷർത്ത് ഫർളുണ്ട്. നമസ്കാരം കഴിഞ്ഞ ശേഷം കൈ ഉയർത്തി ഇമാം പ്രാർത്ഥിക്കുന്നു, ഓമി ആമി ഷർത്തിന്റെ ഫർളുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നു, ഷർത്തിന്റെ ഫർളുണ്ട്. ഒക്കെ ഉണ്ടാവുമല്ലോ, ഷർത്ത് ഫർളുണ്ടാവും. ഖബറിൽ വെക്കുന്ന സമയത്ത് ബാറക്ക് ഓതുന്നു, ഷർത്തിന്റെ ഫർളുണ്ട്. അവിടെ നിന്ന് എല്ലാവരും കൂടി ദ്വാരക്കും മറ്റുള്ള ആമീൻ പറയിപ്പിക്കുന്നു, അത് ഷർത്തിന്റെ ഫർളുണ്ട്. മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം നടത്തിപ്പിക്കുന്നു, ഷർത്തിന്റെ ഫർളുണ്ട്. മരിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? കൂട്ടായിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭാഗിച്ച്. ഷർത്തിന്റെ ഫർളുണ്ട്. ഖബറിന്റെ മീതെ ഇരുന്നുകൊണ്ട് ഒരാഴ്ച പാരായണം ചെയ്യുമായിരുന്നു. ഇപ്പോൾ കാണുന്നില്ല. മുസാബ് പെട്ടി കുയിക്കപ്പേര കെട്ടുക, മുസാബ് പെട്ടി കെട്ടുക, അതൊന്നും പണ്ടുണ്ടായിരുന്ന അനാചാരങ്ങൾ ഇപ്പോൾ അത് കാണുന്നില്ല. അതിന് ഷർത്ത് ഫർള് ചോദിക്കുക. ഒരു റാത്തി ഹദ്ദാദ് ഇതിൻ്റെയൊക്കെ ഷർത്തുകൾ ഫർള് എന്ന് ചോദിക്കുക. അപ്പോഴും കാമ എന്നും പറയില്ല. അവൾ മനസ്സിലാക്കുക എന്താവുന്നു? അനാചാരമാവുന്നു. സാധാരണക്കാരെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ശൈലിയാണ്. നമുക്ക് ഖുർആൻ ഹദീസും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ പഠിക്കും വേണം. ഏതുവരെ അറിയില്ല പഠിച്ചാൽ പഠിയില്ല എന്ന് പറയാൻ ഉപേക്ഷിച്ച് പോകാൻ പറ്റൂല. ഖുർആൻ ഹദീസും പഠിച്ചറിയണം, അതോടുകൂടി വായിച്ച് പഠിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളെ പൂർവ്വന്മാർക്ക് പറ്റിയ അബദ്ധം അതാണ്. സമസ്കാര് എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കേണ്ടതില്ല, ഓതിയ മതി എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതാണ് ഏറ്റവും വലിയ അബദ്ധം. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ത്വാലിബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമ. എല്ലാ ആണുപെണ്ണുങ്ങളുടെ മേലും ഇൽമ് പഠിക്കുക എന്നുണ്ടാവുന്നു, നിർബന്ധമാവുന്നു എന്ന്. അതുകൊണ്ട് നമ്മൾ ഇൽമ് പഠിക്കണം. ഇൽമ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമുമാണ്. അതല്ലാതെ മറ്റേ ഇൽമില്ല. അള്ളാഹ് പഠിപ്പിച്ചെന്ന ഇൽമ് അത് പഠിക്കണം. നാളെ ഖബർ ജീവിതത്തിലും ചോദ്യം ചെയ്യപ്പെടാം, പരലോകത്ത് വിചാരണ സമയത്തും ചോദ്യം ചെയ്യപ്പെടാം. അതിന് ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ ഇത് പഠിച്ചു പോകണം, അർത്ഥത്തോട് വായിച്ചു പോകണം. അങ്ങനെയല്ലേ നമുക്ക് വിശ്വസിച്ചു വായിച്ചു പഠിച്ചു ആമന്ത് വിശ്വസിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതാണ്. അപ്പോൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനൊരു തയ്യാറെടുപ്പിൽ പ്രധാനമായത് ഖുർആനും ഹദീസും അർത്ഥത്തോട് വായിച്ച് പഠിക്കുക. എപ്രകാരമാണ് പാരായണം ചെയ്യേണ്ടത് അപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കണം. പിന്നീട് അതോടുകൂടി അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. അറബികൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, എല്ലാവരും ഭാഷയിലായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആ പണിയും കൂടി കൂടുതലുണ്ട്, മനസ്സിലാക്കുക. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ പറ്റുള്ളൂ. അത് അള്ളാഹുവിനെ സംബന്ധിച്ചാണ്. പക്ഷേ ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? ഇമാംകാര്യം പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശദമായി ഇമാംകാര്യം പഠിപ്പിക്കണം. ഹദീസുകളിലൂടെ ഇമാംകാര്യം പഠിക്കണം. അത് സുപ്രധാനമായത് അള്ളാഹുവിനെ പറ്റി പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം അള്ളാഹു 99 നാമങ്ങൾ പഠിച്ചറിയാം. എങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക്
ഒരു ബോധം ഉണ്ടാവും. അള്ളാഹിനെ സംബന്ധിച്ച് പഠിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മുടെ മുൻ പൂർവികന്മാർക്ക് പറ്റിയ അബദ്ധം സംഭവിച്ചത്. അതായത് അള്ളാഹുവിനെ പറ്റി ഈമാകാനും പഠിച്ചു പോവും. അള്ളാഹു വിശ്വാസം അത്ര തന്നെ, അള്ളാഹുവിൻ്റെ മലക്കുൽ വിശ്വാസം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥ വിശ്വാസം അത്ര തന്നെ, പ്രവാചകമായ വിശ്വാസം, അള്ളാഹു വിശ്വാസം, അന്ത്യനാൾ വിശ്വാസം എന്ന് പഠിച്ചു പോകും. ഹെഡിങ് മാത്രം പഠിച്ചു, അതിന് ഉള്ള് ആരും വിശദമായി വിശദീകരണം പഠിച്ചില്ല. അത് പറ്റി അബദ്ധം പറ്റിയതാണ് അവർക്ക്. മാത്രമല്ല പിന്നീട് എന്ത് ചെയ്തു, മൗലൂദ് റാത്തി പഞ്ചായത്ത് കുത്തിവെത്തുകൾ, മാല മൗലൂദുകളാണ്ട് പഠിപ്പിച്ചു കൊടുത്തു പണ്ഡിതന്മാർ. അങ്ങനെ അള്ളാഹുവിനെക്കാളും ശ്രേഷ്ഠത മരിച്ചുപോയ മഹാന്മാർക്ക് അത് മാലകളിലൂടെ അവരെന്ത് പഠിച്ചറിഞ്ഞു. കുപ്പിയുള്ള വസ്തുവിനെ പോലെ മനസ്സിലെ കാര്യങ്ങൾ അറിയുന്നവൻ ഔലിയാക്കന്മാർ. അതേപോലെ തന്നെ ജീവനില്ലാത്തവയെ ജീവിപ്പിക്കുന്നവരാണ്, ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരാണ്. ഇങ്ങനെ ധാരാളമായ ഫവായിദുകൾ അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത എന്തിനധികം പറയുന്നു, അള്ളാഹു തആല എപ്പോലും രക്ഷയ്ക്ക് വേണ്ടി മുഹീശയ്ക്കെന്ന് ചോദിച്ചു എന്ന് പറയുന്ന വരികൾ പോലും യാ മുഹിയ മുഹദ്ദീൻ എന്ന് അള്ളാഹ് വിളിച്ചവരെന്ന്, അള്ളാഹ് സഹായമേ മുഹദ്ദീനെ എന്നെ സഹായിക്കണമേ എന്ന് അള്ളാഹു തആല മുഹീശയ്ക്കിനോട് തേടി എന്നൊക്കെ പാടി എന്ത് ചെയ്യുന്നു. വലിയ ആ വിശ്വാസം, ഔലിയാക്കന്മാരെ പറ്റി ഉള്ള വിശ്വാസം എന്ത് ചെയ്തു പണ്ഡിത പൂർവന്മാര് മാല മൊഴികളിലൂടെ അവർ പ്രസംഗങ്ങളിലൂടെ അങ്ങോട്ട് കുത്തി ചെലുത്തി. എന്നിട്ട് ഇങ്ങനെ നമ്മളെ പൂർവികന്മാരെ അവരെന്ത് ചെയ്തു, അടിമകളാക്കി വെച്ചു. ഇരുട്ടറകളിൽ ഖുർആൻ പഠിക്കണ്ട, ഇത് പഠിക്കണ്ട, കാരണം അതിനെതിരാണ് ഖുർആൻ ആയതൊക്കെ. അങ്ങനെ ഞങ്ങളെ പറഞ്ഞാൽ ജീവിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു, മാലമൗലികളിലൂടെ വെച്ചുപോയ മഹാത്മാക്കൾക്കുള്ള അവരുടെ പ്രാർത്ഥനകളും നേർച്ചകളും എന്ത് ചെയ്തു, അവർ സ്ഥാപിച്ചെടുത്തു. അതാണ് ഏറ്റവും വലിയ അബദ്ധം. ആ അബദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ പരിശുദ്ധ ഖുർആൻ അത് വായിച്ചു പഠിക്കണം. അതിനു മുമ്പായി അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിച്ചറിയുക, അതാണ് സുപ്രധാനം. അള്ളാഹുവിനെ പഠിച്ചറിയുവാൻ സുപ്രധാനമായ ഒരു ഹദീസാണ് അള്ളാഹുവിൻ്റെ അസ്മാഉകൾ ഉള്ള 99 നാമങ്ങളുള്ള ഹദീസ്. ആ ഹദീസ് പറഞ്ഞ അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാൻ റഹീം അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ മുതകബ്ബിർ തുടങ്ങി ഓരോരോ നാമങ്ങളും അർത്ഥസഹിതം പഠിക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസിയു, അങ്ങനെയാണ് അള്ളാഹു. അതിനല്ലാതെ ഒരു ഇലാഹില്ല. അൽ ഹയ്യ് അൽ ഖയ്യൂം, അത് എന്നും ജീവിച്ചിരിക്കുന്നു, സർവ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു തുടങ്ങി ധാരാളം വിശേഷങ്ങൾ ആയത്തുൽ കുർസിയിൽ ഓതി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇസ്മുമുണ്ട്, വിശേഷങ്ങളുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാൻ പറ്റിയ ഒരു സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു അറിയുക, അള്ളാഹു ഒരുവനാകുന്നു. അള്ളാഹു സമദ്, അള്ളാഹു സർവാശ്രയനായി യജമാനാകുന്നു. അള്ളാഹു സഹായം എല്ലാവർക്കും ആവശ്യമാണ്, സർവാശ്രയനാണ്. അള്ളാഹുവിന് ആരും സഹായം ആവശ്യമില്ല. ചിന്തിച്ചു നോക്കുക. ലം യലിദ് വലം യൂലദ്, സന്താനം ജനിച്ചിട്ടില്ല, സന്താനം ജനിപ്പിച്ചിട്ടില്ല, സന്താനം ജനിച്ചിട്ടുമില്ല. അള്ളാഹുവിന് ആരോ മകനല്ല, മകളല്ല. അള്ളാഹുവിന് മകളോ മകനോ അതും ഇല്ല. അത് അള്ളാഹുവിന് യോജിക്കുന്നതല്ല. സുബ്ഹാനല്ലാഹ്, അതിനകത്ത് പരിശുദ്ധനാവുന്നു. ക്രിസ്ത്യാനികൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, ആരും മലക്കുകളെ സംബന്ധിച്ച് പെൺമക്കളാണ് പറയാറുണ്ട്. പലരും പല കള്ളവാദങ്ങളുണ്ട്, അതിനെതിരെയാണ്. അള്ളാഹുവിൽ നിന്ന് മലക്കുകൾക്ക് മക്കളുടെ ആവശ്യമില്ല. അതൊക്കെ സൃഷ്ടിയുടെ സ്വഭാവമാണ്. മക്കളെ പ്രസവിക്കുക, മക്കളുണ്ടാവുക, ഇതൊക്കെ സൃഷ്ടിയുടെ സ്വഭാവമാണ്. വല്ല മെലിത് കമ്മ്യൂല്, സന്താനം ജനിപ്പിച്ചിട്ടില്ല, സന്താനം ജനിച്ചിട്ടുമില്ല. വലം യകുല്ലു കുഫുവൻ, അവൻ സമ്മതാവും തന്നെയില്ല. അപ്പോൾ സുപ്രധാനമായ ഒരു സൂറത്ത്. എന്നാൽ ഖുർആനിലൂടെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ധാരാളം സ്ഥാപനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചറിയാം. അതാണ് ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ടത്. അത് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിച്ചറിഞ്ഞിട്ട് വേണം ഖുർആൻ പഠിച്ചറിയാൻ പ്രാധാന്യം മനസ്സിലാക്കുക. ഇതുപോലെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്വനും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാവുന്നു.
അള്ളാഹിനെ സംബന്ധിച്ച് അർത്ഥങ്ങൾ വായിച്ചു കൊടുക്കുക. അർ റഹ്മാൻ റഹീം, റഹ്മാൻ റഹീമുമാവുന്നു. മാലിക് യൗമിദ്ദീൻ, ദിവസത്തിന്റെ ഉടമസ്ഥനാവുന്നു. ഇതൊക്കെ എന്ത് ചെയ്യുക? അർത്ഥത്തോട് വായിച്ചു പഠിക്കുക. അപ്പോഴാണ് നമുക്ക് എന്താണ് വിശ്വാസങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെയായിരുന്നു അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിച്ചിറങ്ങിയ ശേഷം ആയിരുന്നു സാഹിബീരന്മാര്, പിന്നീടായിരുന്നു ഖുർആൻ പഠിച്ചിരുന്നത്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു? ഈമാൻ വർദ്ധിച്ചു എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കും ഈമാൻ വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ വഴിതെറ്റി പോകാതിരിക്കാൻ, മരിച്ചു മഹാന്മാർക്കുള്ള സാഹിത്യത്തിന് വഫാത്തായ പ്രവാചകങ്ങളുടെ പാപമോചനം പോലുള്ള കാര്യങ്ങൾ വിട്ട് നിൽക്കാൻ നമുക്ക് തോന്നണമെന്ന് വേണം അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കുക. ആരാണ് അള്ളാഹു? അള്ളാഹുവിൻ്റെ ഇസ്മുൽ നാമങ്ങൾ പഠിച്ചറിയുക. ധാരാളമായി പഠിച്ചറിയുവാൻ നമുക്ക് അവസരം പെടുന്നുണ്ട്. അർത്ഥത്തോടു പഠിച്ചറിയാം. പല ആളുകൾക്കും അള്ളാഹുവിൻ്റെ 100 നാമങ്ങൾ ഇങ്ങനെ ചൊല്ലാൻ വൈകാറുണ്ടാവും. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഗുണമേന്മകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥത്തോടു വായിച്ച് പഠിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ജീവനോടുകൂടി നമ്മൾ മനസ്സിൽ നിലകൊള്ളണം. അർത്ഥമറിയാതെ തത്തമ്മേ കുട്ടി തത്തമ്മേ പൂച്ച പൂച്ച എന്ന് തത്തമ്മ പറയുന്നമാതിരി ആ നമ്മുടെ ശരീരം, മനസ്സ് അറിയാതെ ചുണ്ടുകൾ കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് കാര്യം, അക്ഷരങ്ങൾ ഉച്ചരിച്ചാൽ കൂലി കിട്ടും എന്നല്ലാതെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തുകയില്ല. അള്ളാഹു താല കൃഷിയായിരിക്കും അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ അടിയാൻ്റെ കൂടെ ആയിരിക്കും. അവൻ എന്നെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ, എങ്ങനെ എന്നെ ഓർത്തുകൊണ്ട് ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഓർക്കുക. ദിക്ർ, ദുആകൾ, തസ്ബീഹുകൾ, പ്രാർത്ഥനകൾ, പാപങ്ങൾ, തേട്ടങ്ങളെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹു നമ്മൾ ചൊല്ലുന്നത് എന്താണോ എൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദിക്ർ, ദുആകൾ, പാരായണങ്ങളൊക്കെ നടത്തേണ്ടത് എന്നതിലേക്കാണ് അള്ളാഹു തആല പറഞ്ഞത്. അതിൻ്റെ മാബരി ഇതാഹു ദക്കർനി, ഞാൻ എൻ്റെ അടിയാൻ്റെ കൂടെ ആയിരിക്കും, ഞാൻ സഹായിച്ചുകൊണ്ടേയിരിക്കും. അവൻ എന്നെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഓർക്കേണ്ടത്? അതിന് 2 ചുണ്ടുകളും എന്നെ ഓർത്തുകൊണ്ട് ചലിപ്പിക്കുക. ദിക്ർ, ദുആകൾ, തസ്ബീഹുകൾ, പ്രാർത്ഥനകൾ, പാരായണങ്ങൾ, അർത്ഥങ്ങൾ വാങ്ങി ഓർക്കുക. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹുവിന് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യുന്നു? നമ്മൾ സഹായിക്കും. ഒരുപക്ഷെ ഇഹലോകത്തായിരിക്കാം, അല്ലെങ്കിൽ പരലോകത്തായിരിക്കാം. ഇഹലോകത്തേക്കാളേറെ നമുക്ക് ഹൈറ് പരലോകത്തായിരിക്കാം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഒന്നുകിൽ നമ്മൾ പാപം കൊടുത്തു കിട്ടും, അല്ലെങ്കിൽ ആ ചോദിച്ച കാര്യം നമുക്ക് ഇഹലോകത്ത് വെച്ച് കിട്ടും, അതിൽ പരലോകത്തേക്ക് അള്ളാഹുവിൽ മാറ്റി വെക്കും. അപ്പോൾ അതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മേന്മ അതാണ്. അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണം. പരിശുദ്ധ ഖുർആൻ വായിച്ച് പഠിക്കണം. അതിന് തഫ്സീർ അധികം പഠിച്ചറിയണം. ഖുർആനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അമൽ ചെയ്തിട്ടുള്ളത് സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്തു. അതും നമ്മൾ പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരങ്ങളെ ചെയ്ത് പാത്തുമാക്കി മാതൃക ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما اسالك نبيك محمد صلى الله عليه وسلم، نعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. انت المستعان ولك البلاغ، لا حول ولا قوه الا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الجنة الفردوس تجيرك من النار. وإنا نسألك الجنة الفردوس تجيرك من النار. اللهم إنا نسألك الجنة الفردوس تجيرك من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.